ഗുഡ് ഈവനിങ്. എൻ്റെ പേര് അബ്ദുൽ ജലീൽ. വീട് വരുന്നത് മലപ്പുറം ജില്ലയിലെ പുളിക്കലാണ്. ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്താണ്. ഇങ്ങനൊരു വേഷത്തിൽ ഇവിടെ നിൽക്കാൻ കാരണം നമ്മുടെ ഫൗണ്ടർ സർ ഫൈസലേട്ടനാണ്. തീർച്ചയായിട്ടും ഒരു ഡ്രൈവറായിട്ട് വന്ന് ഇന്നിപ്പോൾ 2 മൊമെൻറ്റോ വാങ്ങാൻ എന്നെ പ്രാപ്തനാക്കിയിട്ടുണ്ടെങ്കിൽ മൂപ്പര് തന്നിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. എൻ്റെ ഭാഗത്ത് വരുന്ന എന്ത് മിസ്റ്റേക്ക് ആയാലും, ഇനി പണം ചെലവഴിക്കുന്ന കാര്യമായാലും എങ്ങനെ ചെലവഴിക്കണം, ഉണ്ടാകുമ്പോൾ ചെലവഴിക്കുന്ന രീതികൾ എന്നെ പഠിപ്പിച്ചു. ഇന്ന് വളരെ സന്തോഷം. ലോകത്തിൽ എപ്പോഴും സന്തോഷവാനായിട്ട് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നും ഞാൻ സന്തോഷം കണ്ടെത്തുന്നു. ഈ സമയവും കടന്നുപോകും. ആ ഒരു ചിന്ത എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അമിത ആഹ്ലാദം വന്നാലും ഈ സമയവും കടന്നുപോകും. നാളെ ഞാൻ ഉണ്ടാവോ ഇല്ലേ എനിക്കറിയില്ല. എന്നാൽ പെട്ടെന്ന് ഒരാൾ മരിച്ചുപോയി എൻ്റെ ഏറ്റവും ബന്ധപ്പെട്ട്, എന്നാലും ഈ സമയവും കടന്നു പോകും, എൻ്റെ ടെൻഷൻ മാറും എന്നുള്ള ചിന്ത എനിക്കുണ്ട്. ഇപ്പം ഞാൻ കയറിയിട്ടുള്ളത്, ഞാൻ 7 വർഷത്തോളമായി പ്രാക്ടീസ് ചെയ്യുന്ന, ആരും അറിയാതെ രാത്രിയും പകലുമായി ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന മെൻ്റലിസം എന്ന പ്രോഗ്രാമിലേക്കാണ്. നിങ്ങളുടെ മനസ്സിനെ ഞാൻ വായിക്കാൻ പോവുകയാണ്. ഇത്രയും കോൺഫിഡൻസോട് കൂടി ഞാൻ പറയുമ്പോൾ അടുത്ത വർഷത്തിൽ, ഇപ്പം എനിക്ക് 2-3 ആൾക്കാരുടെ കിട്ടുള്ളൂ, അടുത്ത വർഷത്തിൽ ആരുടെ പേര് പറഞ്ഞാലും പിടിക്കാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങളുടെ മനസ്സുകളെ ഞാൻ വായിച്ചെടുക്കും. കാണാം നമുക്ക്. താങ്ക് യു. ഇപ്പൊ ഇവിടെ നിൽക്കുന്നതിൽ ഏറ്റവും പ്രശസ്തനായ ഒരാളാരാ? ഗിന്നസ് റെക്കോർഡ് സത്താർക്കുണ്ടോ അവിടെ? ഇല്ലല്ലോ. സത്താർക്കുണ്ടോ? സത്താർ ആദൂർക്കരെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സത്താർക്കിന്റെ മനസ്സ് എനിക്ക് വായിക്കാൻ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഒന്ന് ശ്രമിച്ച് നോക്കാൻ വേണ്ടി പോവാണ്. റെഡി ആവുകയാണെങ്കിൽ കൈ അടിക്കണം. തെറ്റി പോവാണെങ്കിൽ കൂക്കരുത്. ചിലവലത്തെ റെഡിയാവും, ചിലവലത്തെ റെഡിയാവൂല അല്ലേ? കുട്ടിയുണ്ടോ? തർക്കാ എന്താ വർത്താനൊക്കെ? സുഖല്ലേ? വിളിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. കാരണം ഇത്ര പ്രസിദ്ധനായ ഒരാളല്ലേ. ജസ്റ്റ് ജീവിതത്തിൽ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ടാവും അല്ലേ? ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ സത്താർക്കിനോട് ലവറൊന്നും പറയിപ്പിക്കുന്നത് ശരിയല്ല. ഒരു ഫ്രണ്ട് അല്ലേ? ഒരു ഫ്രണ്ടിനെ മനസ്സിൽ വിചാരിച്ചു അല്ലേ? അപ്പം ഞാനതൊന്ന് വായിച്ചെടുക്കാൻ വേണ്ടി പോവാ. ഓക്കെ, ശ്രമിച്ചു നോക്കാം. ആരും ആവും അല്ലേ? എല്ലാവരും ആയിക്കുണ്ടാവും. ഇതിപ്പോൾ തെറ്റു ആകവശളാവുന്ന് ഇല്ലേ? പക്ഷെ തെറ്റില്ല. ഓക്കെ, സത്താർക്ക ആർക്കും കിട്ടാത്ത ആളെ മനസ്സിലേക്ക് പതുക്കെ കൊണ്ടുവന്നോളൂ. കൊണ്ടുവന്നോ? മനസ്സിലേക്ക് അയാളെ പേര് കൊണ്ടുവന്നോളൂ. ഓക്കെ, ചിലോല് ചെറുക്കുണ്ട്, ചിലോല് ഇതെന്താ, എൻ്റെ ഫാമിലിയൊക്കെ ഭയങ്കര ബേജാറാ. റെഡി ആയാൽ മതിയെന്ന് വെച്ചിട്ട് അല്ലേ? ഉമ്മനൊന്ന് വേദിക്ക് വരാൻ പറ്റുമോ? ഉമ്മ പ്ലീസ് കം. ഇത് റെഡി ആവും ഉമ്മ. ഉമ്മനൊക്കെ ഒന്ന് വേദിക്ക് വരാണെങ്കിൽ ഉമ്മ, ഉമ്മോടെ നമുക്ക് മറവി ഉണ്ട്, എന്നാലും ഉമ്മ വരികയാണെങ്കിൽ സന്തോഷമായി. മനസ്സ് കൊടുത്തോളൂ. ഞാൻ ആ വിരലൊന്ന് തൊട്ടോട്ടെ. തൊട്ടു. ഓക്കെ, ഫസ്റ്റ് ലെക്ചർ ഞാൻ പറയാൻ പോവാ. യെസ്, റെഡി? കൈയടിക്കൂ. സെക്രട്ടറിയോട് കാര്യമില്ലല്ലോ. സത്താർക്ക ഒന്നുകൂടി ലാസ്റ്റ് അക്ഷരം. യെസ്, കൈയടിച്ചോളി. തെറ്റില്ല, സത്താർക്ക് തെറ്റിയിട്ട് പറയില്ല. ഉമ്മോടെ ഉമ്മ പ്ലീസ് കം. ഞാനും ഉമ്മയും പണ്ട് സക്കാത്തിന് പോവായിരുന്നു. വീട്ടിൽ ഭയങ്കര പട്ടിണിയായിരുന്നു. അപ്പം മോങ്ങം മുറിയോറും ഭാഗത്തൊക്കെ സക്കാത്തിന് പോവാ. അപ്പം ഉമ്മക്ക് ചിലപ്പോൾ 20 രൂപ കിട്ടും, എനിക്കൊന്നും തരില്ല. അപ്പം ഉമ്മ പറയും, അത് അടുത്ത വീട്ടിലെ കുട്ടിയാണ്, ഓനക്ക് എന്തെങ്കിലും കൊടുത്താളിന്ന്. കാരണം ഞാനും എന്നോട് പറയാം, അങ്ങനെ പറയാൻ വേണ്ടി പറയും. കുറച്ച് കാലം കഴിഞ്ഞ് എൻ്റെ അടുത്ത് ഇത്തിരി പൈസ കായപ്പോഴേക്ക് അത് ആലോചിച്ചിട്ട് സങ്കടം വന്ന നിമിഷങ്ങളുണ്ട്. ഇപ്പം എൻ്റെ ഉമ്മക്ക് 1000-2000 കൊടുക്കാൻ പറ്റിയ സാലറി പൈസയിലേട്ടൻ തരുന്നുണ്ട്. പക്ഷെ ഉമ്മക്ക് അത് വേണ്ട, 100 രൂപ പോലും വേണ്ട. ഉമ്മ പ്ലീസ് കം. ഞാൻ ആ പേര് വെളിപ്പെടുത്താൻ പോവാണ്. ഫാരിസ്. റെഡി? കൈയടിക്ക്. കറക്റ്റാണ്. ഫാരിസ് എന്ന പേരാണ് ഞാൻ മനസ്സിൽ കണ്ടത്. അപ്പം നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ഫാരിസിനെ ഞാൻ കണ്ടത് എന്ന് ചോദിക്കും. ഫാരിസിനെ ഞാൻ കാണാൻ കാരണം, ഞാൻ ഇന്ന് ഇവിടെയൊക്കെ എത്തിയത് എനിക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയത് കൊണ്ടാണ്. എനിക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടുന്നത്
2016 വ്യത്യസ്തമായ 3137 ഡിഫറെൻ്റ് ബുക്സ് ഉണ്ടാക്കിയിട്ടാണ്. ഈ ബുക്സുകളെ മുഴുവൻ കവറും ഡിസൈൻ ചെയ്ത് തന്നത് ഒരു രൂപ പോലും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാതെ കോട്ടോൾ സ്വദേശിയായ പവർ പ്രസിൻ്റെ ഉടമ ഫഹദിൻ്റെ അനുജൻ ഫാരിസാണ്. ഫാരിസ് ഇപ്പോൾ ദുബൈയിലാണ്. അതുകൊണ്ട് തന്നെ ഈ വേദിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഫൈസൽ ഭായിക്ക് എൻ്റെ വലിയ സുഹൃത്താണ്. പക്ഷേ എനിക്ക് ആദ്യം എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് എൻ്റെ പ്രിയപ്പെട്ട ഫാരിസിനെയാണ്, ഫാരിസ് കോട്ടോലിനെയാണ്. താങ്ക് യു. ഒരുപാട് സംസാരിക്കാൻ അറിയാം, പക്ഷെ മനസ്സ് ശുദ്ധമായ മനസ്സാണ്, അതുകൊണ്ടാണ് കിട്ടിയിട്ടുള്ളത്. അതിന് നല്ലൊരു കൈയ്യടി കൊടുക്കാം. നല്ല ശുദ്ധമായ മനസ്സായതുകൊണ്ട് മാത്രമാണ് എനിക്കത് കിട്ടിയത്, എല്ലാവരും കിട്ടില്ല. ഫൈസലേട്ടന് ബിസിനസ് മൈൻഡാണ് ഫുള്ളായിട്ടുള്ളത്. എന്നാലും ഫൈസലേട്ടൻ നമുക്ക് വേദിക്ക് വിളിക്കണം, എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടുമോ നോക്കാം, പ്രയാസമാണ്. ഓക്കെ, താങ്ക് യു സത്താർക്ക, താങ്ക് യു. ഓക്കെ, ഞാൻ എൻ്റെ ബാഗ് ഒന്ന് എടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ടേബിള് വേണ്ട, ചെയർ മതി അല്ലേ? നമുക്ക് സമയം കുറവാണ്, പെട്ടെന്ന് ഞാൻ കാണിച്ചു പോലെ. ഫസ്റ്റ് തന്നെ എല്ലാവരും കിളി പോയില്ലേ? കിളി പോയി, ഇൻ്റെ കിളി പോയി, റെഡി ആയപ്പോ. ഉമ്മ ഇപ്പോഴും വന്നില്ലല്ലോ. ഉമ്മ പ്ലീസ് കം. ഉമ്മ വരില്ല, എന്താ ചെയ്യാ? ഓക്കെ, രണ്ട് ബോക്സ് എടുത്തോളി, ആ ബോക്സ് ഇതൊക്കെ എടുത്തോളി. ഓക്കെ ജലീൽ സർ, ഞാനൊന്ന് ഇന്ററപ്റ്റ് ചെയ്യുന്നുണ്ടേ. ഇത് ആക്ച്വലി മെന്റലിസം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരുപാട് നാൾ ഹാർഡ് വർക്ക് ചെയ്ത് അതിനെക്കുറിച്ച് ഇൻ ഡീപ്പ് പഠിച്ചതിന് ശേഷം ചെയ്യുന്ന ഒരു ആക്റ്റാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. നല്ലൊരു കൈഡ് തന്നെ കൊടുക്കും ഫോർ ജലീൽ സർ. ഓക്കെ, പിന്നെ എനിക്ക് തോന്നുന്നു ഉമ്മ എവിടെ? ഇത് ചെറിയ കളി വരൂ. യെസ്, കാട് കളി, അത് രസമില്ല അല്ലെ? വലുത് മതി, ഒന്ന് കഴിഞ്ഞിട്ട് അടുത്ത് കാണിക്കാം. ജസ്റ്റ് അല്ലേ, ജസ്റ്റ് ആരെങ്കിലും ഇട്ടാലോ? ആ പൈസ ആയിക്കോട്ടെ അല്ലേ? ഓക്കെ പൈസ ഏട്ടാ, ഒന്നും വിചാരിക്കാനൊന്നുമല്ല, മനസ്സിലൊന്നും കിട്ടില്ല എന്ന് എനിക്കറിയാം. കാരണം എന്താ വെച്ചാൽ എപ്പോഴും ബിസിനസ്സേ ഉള്ളൂ, രാത്രിയും പകലും പൈസ ബിസിനസ് എന്നുള്ള ചിന്തയാണ്. അത് ഞാനെപ്പോഴും കാണുന്നുണ്ട്, ഞാനും അതിലേക്ക് ആകാൻ നോക്കുക. തീർച്ചയായിട്ടും നല്ലൊരു ഇതാണ് എൻ്റെ ഉമ്മനെ ആലോചിച്ച് മാത്രമേ എനിക്ക് കരയാറുള്ളൂ. കാരണം ഉമ്മക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ ഓർമ്മയില്ല, എന്നെപ്പോൾ കാണുമ്പോഴേ എന്നെ ഓർമ്മ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ എന്നെ ഓർമ്മ ഉണ്ടാവില്ല. കാരണം ഉമ്മ അപ്പൊ തക്കാത്തിനായാലോ? ആയിക്കോട്ടെ, ഉമ്മ പോയിക്കോളി മയ. ഓക്കെ, ഇതിപ്പോൾ ഒരു കാർഡാണ് അല്ലേ? സമയമില്ല, അതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകണില്ല കേട്ടോ. പൈസ കേട്ടോ, ജസ്റ്റ് ഏതെങ്കിലും ഒരു നമ്പർ, 3 അക്ക നമ്പറോ 4 അക്ക നമ്പറോ ഒന്ന് പറഞ്ഞാണി. ജസ്റ്റ് സിമ്പിളാണോ എന്ന് അറിയാനാ പൈസ ഏട്ടൻ. 465 അല്ലേ? ഒന്നുമില്ല, സിമ്പിളായ മനുഷ്യന്മാർ പെട്ടെന്ന് ചിലപ്പോൾ 465 വിചാരിക്കുക. അതുകൊണ്ട് ഞാൻ അത് അറിയാൻ വേണ്ടി ചോദിച്ചെന്ന് മാത്രം. എന്നാലും ജസ്റ്റ് നോക്കാം. ഇത് സിമ്പിളാണ് കേട്ടോ, ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇപ്പൊ വലുത് കാണിച്ചോണ്ട് ഇതൊന്നും ഇപ്പൊ ആർക്കും രസം ഉണ്ടാവില്ല. പേഴ്സ് ഒന്ന് എടുക്കാം. ചേട്ടാ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ ചേട്ടാ? പൈസ ഓക്കെ അല്ലേ? ഞാൻ ഇപ്പൊ തന്നില്ലേ പേപ്പർ? പിടിച്ചോളൂ. നമ്പറാണ് നോക്കിയണി. കൈയടിക്കേ. എന്റെ പോക്കറ്റിൽ ഇന്നലെ തന്നെ ഞാൻ എഴുതി വെച്ചിരുന്നു എന്നുള്ളതാണ്. ഞാൻ ഇന്നലെ വരുമ്പോ തന്നെ അത് എഴുതി വെച്ചിരുന്നു. 465 പൈസയിലായിട്ട് ചിന്തിക്കൂ എന്നുള്ളത്. കൈയടിക്കേ. ഇതിപ്പോ ഇനി ഞാൻ ചേർത്ത് കാണിച്ചിട്ട് തന്നിട്ടുണ്ടല്ലേ? അത് വെക്കട്ടെ, അത് പറയാം. ഞാൻ നോക്കിയത് സ്റ്റോപ്പ്. നമ്പർ നോക്കിക്കോളൂ. 9. കയ്യിലുള്ളതാ എന്താണ് നോക്കൂ. 9 ആണോ? 9. ഇനി കുറെ കാണിക്കാണ്ട് ഇവിടെ പരിപാടികൾ, ഡാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് തെറ്റോ പൈസട്ടാ? തെറ്റോ? ഒന്ന് 2 കൂടി കാണിക്കല്ലേ? എന്നെ കിളി പോണ്ട്. ഉമ്മ ആര് കയ്യടി. ഈ ഒരു ബോക്സിലേക്ക് കുറച്ച് പേരുകൾ എഴുതി കൊടുക്കാൻ വേണ്ടിട്ട് പ്രസാദേട്ടാ ചെയ്യാം, പ്രശ്നമില്ല. കുറച്ച് ആൾക്കാർക്ക് കൊടുത്തോളൂ. നിങ്ങളതിൽ എഴുതേണ്ടത് ഫസ്റ്റ് വരിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടിന്റെ വരി. ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട നിലാവേ മായുമോ, അപ്പൊ ഞാൻ അതാണ് എഴുതുക, നിലാവേ മായും മാത്രം എഴുതിയാൽ മതി. എന്നിട്ട് ഒരു വര അടിയിൽ വരയ്ക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എഴുതിക്കോളൂ. ഓക്കെ, നിലാ ബോക്സിൽ ഇടാൻ പറയാം, എഴുതിക്കോളൂ കേട്ടോ. അത് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഞാൻ ജലീലായിട്ട്
കണക്റ്റഡ് ആയി നിൽക്കുന്നതുകൊണ്ട് പുതിയൊരാളിനെ വിളിക്കണം. ആരെ വിളിക്കാൻ പറ്റിയ? ആരാ? അഫീഫ മേഡം വരൂ. സിയ അഫീഫ നമ്മുടെ നസീഫിന്റെ വൈഫാണ്. ജലീലിനായിട്ടൊരു ബന്ധമില്ല. നിങ്ങൾ കണ്ടിട്ടോ ഇതുവരെ? നസീഫിന്റെ വൈഫാണ് കേട്ടോ. കുഴപ്പമില്ല, പേടിണ്ട. സിയാണ്, ജലീല സിയാണ് കേട്ടോ. നസീഫ് ഖാൻ എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ കണക്കുകളെ കൊണ്ടൊരു കളി ആയതുകൊണ്ട് ചിലപ്പോൾ കിട്ടുമോന്നറിയില്ല. നസീഫ് ഖാ ശരിയായ മാതിരി പറയണം കേട്ടോ. തെറ്റാണെങ്കിൽ ശരിയായ പോലെ പറയണം. ഓക്കെ, ഇത് പിടിച്ചോ. മലയാളമാണോ ഇംഗ്ലീഷാണോ ഇഷ്ടം? ഇംഗ്ലീഷ് വായിച്ചോളി. നസീഫിൻ്റെ വായ്പല്ല, ഇംഗ്ലീഷ് വായിച്ചോളി. അതിന് ഇഷ്ടപ്പെട്ടൊരു വാക്ക് എവിടെന്നെങ്കിലും നിങ്ങൾ നോക്കിക്കോളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ബിഹേവിയർ, സൈക്കോളജി, അതുപോലത്തെ 6 അതിനപ്പുറത്തേക്കുള്ള വലിയ വേർഡുകൾ വിചാരിച്ചോളൂ. ജസ്റ്റ് ഞാൻ കാണണ്ട. പുസ്തകം വേറെ ആണോ? വേണ്ട, അത് വിചാരിച്ചോളൂ. അറ്റോമിക് ഹാബിറ്റ്സ് എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. നല്ല പുസ്തകം കേട്ടോ. അത് പേര് കണ്ടോ? വായിച്ചോ. ഒരു 6 അതിനപ്പുറത്തേക്കുള്ള ലെക്ചറുള്ള ഒരു വാക്ക്. ബിഹേവിയർ, സൈക്കോളജി, ആന്ത്രോപോളജി, അതുപോലെ തന്നെ എൻ്റെ കുട്ടിക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് അബ്ദുൽ കലാമിൻ്റെ അഗ്നിച്ചിറകുകൾ. വളരെ നല്ലൊരു പുസ്തകമാണ്. ഇപ്പം ഞാൻ ചെയ്യുന്ന സംഗതിക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുട്ടോ. പഠിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല ഇതിൽ. ഇത് 6th സെൻസോ ഒന്നുമല്ല, എല്ലാവർക്കും പഠിക്കാം. പക്ഷെ എന്ത് വേണം? പ്രാക്ടീസ് വേണം, ചെയ്യാനുള്ളൊരു മനസ്സ് വേണം. വേണ്ടോ? ഓക്കെ, ഒരു വലിയ വാക്കാണല്ലോ അല്ലേ? ഞാൻ പറയാൻ പോട്ടോ. ആ വാക്ക് മനസ്സിലേക്ക് കൊണ്ടുവന്നുള്ളൂ. മാറ്റി പറയത്തിട്ടോ, ഞാൻ വഷളാവേ. കൊണ്ടുവന്നോ? മനസ്സിലേക്ക് കൊണ്ടുവന്നു. പറയാൻ പോട്ടോ. ഓക്കെ, കിട്ടണില്ലല്ലോ. കണക്കുകളാണല്ലോ. ടാലിയൊക്കെ ഒരുപാട് ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ ഓഡിറ്റിങ് നോക്കാറുണ്ടോ? ഓഡിറ്റിങ് ചെയ്യാറുണ്ടോ? ടാലി, എക്സലൊക്കെ ചെയ്യാറുണ്ടോ? മൈക്കിൽ എക്സൽ ചെയ്യാറുണ്ടോ? എക്സൽ, ടാലി ചെയ്യാറുണ്ടോ? ടാലി. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് വോയിസ് ക്ലിയർ ആവുന്നില്ല. ക്വസ്റ്റ്യൻ എന്തെങ്കിലും മനസ്സിലാവുന്നില്ല. ആ, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിക്കോളൂ. അപ്പോൾ കേൾക്കാം. പുറത്തേക്ക് ഇറങ്ങിക്കോളൂ. വിചാരിച്ചു അതിൻ്റെ ഫസ്റ്റ് ലെക്ചർ മാത്രം ഒന്ന് പറഞ്ഞോളൂ. ഓ ഞാൻ ഈ സമയം വൈകി ഒറ്റയടിക്ക് പറയാൻ പോവാണ്. അതിന്റെ ലാസ്റ്റ് അവസരം അവസാനിക്കുന്നത് സീലല്ലേ? ഓപ്റ്റിമിസ്റ്റിക്. റെഡി? ചിലവർക്ക് റെഡി ആവും, ചിലവർക്ക് റെഡി ആവൂല. അതാണ് അതിന്റെ ഉത്തരം. ഓക്കെ, ഞാൻ മോനായിട്ട് കളിക്കുന്ന ഒരു കളിയാണ് ലുഡാ ബോർഡ്. ആ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൂപ്പൺ ഒന്ന് ഇതിൽ കൊണ്ടുപോയി ഇടാനുള്ള സൗകര്യം ചെയ്യണം. ആ കൂപ്പൺ ഒന്ന് ഇതിലിട്ടോളൂ. എല്ലാവരും എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൂപ്പൺ ഒന്ന് ഇതിലിട്ടോളൂ. ആ കൂപ്പൺ ഇവിടെ. ഓക്കെ, ഇതാണ് ലുഡാ ബോർഡ് അല്ലേ? ഒരാളൊന്ന് പേര് വരുമോ? രമേശ് ചേട്ടാ, രമേശ് ചേട്ടൻ്റെ മനസ്സ് കൂടി ഒന്ന് കണ്ടുപിടിക്കാം അല്ലേ? രമേശ് ചേട്ടനോട് ലവറിനെ വിചാരിക്കാൻ പറയാം. ലവറായിട്ട് കരുതിയാൽ മതി. രമേശ് ചേട്ടാ വരൂ, പ്ലീസ് കം. രമേശ് ചേട്ടൻ ഒരു ലവറിനെ വിചാരിച്ചപ്പോൾ വൈഫ് അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വൈഫിന് ടെൻഷൻ ആക്കാതിരിക്കാൻ വേണ്ടി ലവർ പോലത്തെ ഒരു പെൺകുട്ടിയുടെ പേര് വിചാരിച്ചു അല്ലേ? അപ്പോൾ ഒരു ATM പിൻകോഡും ഉണ്ടാവും അല്ലേ? അതും മനസ്സിലേക്ക് കരുതിക്കോളൂ. രമേശ് ചേട്ടാ അടുന്നുള്ളൂ, ഞാൻ പറയാൻ പോവാ. ഓക്കെ അല്ലേ? വിചാരിച്ചോ? രമേശ് ചേട്ടാ ആ പെൺകുട്ടിയെ പതുക്കെ മനസ്സിലേക്ക് കൊണ്ടുവന്നുള്ളൂ. കൊണ്ടുവന്നോ? കുറേ പെൺകുട്ടികളുണ്ടല്ലോ. ഒരാള് പുളിക്കൽ സ്കൂളിലെ 10ാം ക്ലാസ് പഠിച്ചല്ലേ? അജയ മാഷായിരുന്നു പഠിപ്പിച്ചല്ലേ? പക്ഷേ ആ പെൺകുട്ടി അതിനോട് ബന്ധമില്ല, ലവറൊന്നല്ല. അതൊരു പെൺകുട്ടിയുടെ പേര് മാത്രമാണ്. അതുകൊണ്ടൊന്നും പഠിക്കണ്ട. അതിന്റെ ആദ്യം അക്ഷരം തുടങ്ങുന്നത് ആറിലാണെങ്കിൽ രമേശയുടെ ഒന്ന് കൈ വന്നിക്കാം. ആർ. രമേശേട്ടന്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ബിസിനസിന്റെ കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ഫിറ്റ്നസ് വളരെ കൺട്രോൾ ചെയ്യുന്ന ഒരു മനുഷ്യൻ. നമുക്കറിയാം, രാവിലെ എക്സസൈസ് ചെയ്യണൊക്കെ ഉണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് വാക്ക് നമുക്ക് പെട്ടെന്ന് കിട്ടും. അവസാനിക്കുന്നു. കൈയടി. രമ്യ. ATM പിൻകോഡ് കൂടി പറഞ്ഞല്ലോ. ATM പിൻകോഡ് അവിടെ പറയല്ലേ? 90 ബന്ധമുണ്ടല്ലേ? നീ പറയണ്ടല്ലോ, മോശല്ലേ? പോയിക്കോളി. 3190 മാച്ചിക്കളി. പിൻകോഡ് മാച്ചിക്കളി. വരൂ, ഒരാളെന്ന് വേദിയിലേക്ക് വരൂ.
രമ്യേച്ചി പേടിക്കണ്ട കേട്ടോ. രമ്യേച്ചി പേടിക്കണ്ട. രമ്യേച്ചി എന്ന് പറഞ്ഞാൽ അടുത്തുള്ള അയൽവാസി കേട്ടോ. ഓക്കെ, ഒരാളൊന്ന് വേദിയിലേക്ക് വരുമോ? മനസ്സ് കണ്ടുപിടിക്കാനല്ല, ലവറിനെ കണ്ടുപിടിക്കാനല്ല, പെട്ടെന്ന് ലവറിനെ കണ്ടുപിടിക്കാനല്ല, പേടിക്കണ്ട. നസീഫ്ക, നസീഫ്ക ലൂഡോ ബോർഡ് കളിക്കാൻ നന്നായിട്ട് അറിയാം അല്ലേ? അത് കഴിക്കോളൂ. ഓക്കെ, നേരെ വെച്ചോളൂ. ഓക്കെ, അത് എത്രയാണ് നമ്പർ? 4. നല്ലൊരു കൈയ്യടി എടുക്കാം. ഒന്നുകൂടി കുലുക്കൂ. ഞാനത് പറഞ്ഞാലോ? പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ പതുക്കെ വെച്ചാലും മതി. വെച്ചോളൂ. മതി, നിർത്തിക്കോളൂ. ഒന്നും കൂടി കുലുക്കിക്കോളൂ വേണമെങ്കിൽ. വെറുതെ കുളിക്കാം, വെല്ല കുളിക്കാൽ മതി, പ്രശ്നമില്ല, തെറ്റി പോയില്ല. വെച്ചോളൂ, അങ്ങനെ നോക്കണ്ട, ടെൻഷൻ വേണ്ട. ഓക്കെ, പറയാൻ പോവാ. തെറ്റിപ്പോയാൽ ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും 50 രൂപ വെച്ച് ഞാൻ തരും. 3 ആണ്. ഒന്നും കൂടി വിളിക്കാം. ഒന്നും കൂടി. ഇത് പറയാൻ പോകുന്നത് ഞാനല്ല, വേദിയിലുള്ള ഒരാളായിരിക്കും. കുലുക്കി വെച്ചോ, അവിടെ വെച്ചോളൂ, നിലത്ത് വെച്ചോളൂ. ചിലപ്പോൾ മാറ്റിയാലോ? നിലത്ത് വെക്കൂ, നിലത്ത് വെച്ചോളൂ. എന്നിട്ട് കുലി കാണിച്ചോളൂ, നിലത്ത് വെച്ചോളൂ. ഒന്നുകൂടി കുലിക്കോളൂ, ഒന്നുകൂടി കുലിക്കോളൂ. നിങ്ങൾ അതിന് കുലിക്കണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ചോളൂ. നിങ്ങൾ കൈയോണ്ട് എടുത്ത് വെച്ചോളൂ. കൈയോണ്ട് കുലിക്കണ്ട, വെച്ചോളൂ. അത് നിലത്ത് വെക്കൂ. വെച്ചോ, നിലത്ത് വെക്കൂ. എവിടെ കാണിക്കുന്ന ഒരാള്? ഒരു സിമ്പിളായിട്ട് സിദ്ദീഖ് സിമ്പിളായിട്ട് മനുഷ്യനായി തോന്നുന്നുണ്ട്. എവിടെ സിദ്ദീഖടെ? ഇത് പറയാൻ പോണത് സിദ്ദീഖ. തെറ്റിപ്പോയാൽ സിദ്ദീഖ് 10,000 രൂപ ഒരാൾക്ക് തരും. സിദ്ദീഖ് തരും, നസീഫൊക്കെ കൊടുക്കും 10,000. അല്ല, സിദ്ദീഖ് 10,000 രൂപ തെറ്റിപ്പോയാൽ കൊടുക്കും. എവിടെ സിദ്ദീഖോടെ? പ്ലീസ് കം ദി സ്റ്റേജ്. ഇത് തെറ്റിപ്പോയാൽ 10,000 രൂപ നസീഫിന് കൊടുക്കും. എവിടെ സിദ്ദീഖ്? ഓക്കെ, അങ്ങോട്ട് നോക്കിയോ. സിദ്ദീഖ് കൊടുക്കും. മൈക്ക് കൊടുക്കും, സിദ്ദീഖിന് മൈക്ക് കൊടുക്കൂ. സിദ്ദീഖിന് മൈക്ക് കൊടുക്കൂ. എടുക്കോ? നോക്കണോ? ഇളകി പോവോ? ഇല്ല. ഹലോ, പറഞ്ഞോ. എൻ്റെ മനസ്സിലേക്ക് ഞാൻ ആ നമ്പർ ഇട്ട് തരാൻ പോവാ. എവിടെ? ചിലപ്പോൾ തെറ്റി പോട്ടോ, പക്ഷെ നസീഫ്ക്ക് വേണ്ടി 10,000 രൂപ വാങ്ങൂല. പറഞ്ഞോ. എന്താ പറയണ്ടേ? 10,000 രൂപ കൊടുക്കേണ്ടി വരും. 1-ൻ്റെ 6-ൻ്റെ ഇടയിൽ നമ്പർ പറഞ്ഞോ. തെറ്റിപ്പോയാൽ 10,000 കിട്ടണില്ലേ? എന്നാലും പറഞ്ഞോ. 10,000 പോട്ടെ, ശമ്പളം കിട്ടുമ്പോൾ കൊടുത്താൽ മതി. 2 രണ്ടാണെന്ന് പറഞ്ഞ തുറന്നോളൂ. 2 ആണ്. കഴിഞ്ഞോ? താങ്ക് യു. പരിപാടി പറഞ്ഞേ. 10,000 പോയില്ല. സിദ്ദീഖാണോ? നാർക്കെടുക്കാൻ പോവാ. ഇത് നിങ്ങൾ പല പാട്ടായിരിക്കും എഴുതിണ്ടാവുക, പക്ഷെ ആ പാട്ട് എന്താന്ന് സിദ്ദീഖ് പറയാൻ പോവാ. ഞാൻ അതുപോലെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കും. പാട്ട് പാടിയാൽ മതി. ഓക്കെ അല്ലേ? സിദ്ദീഖ് റെഡി ആയിരുന്നോ? നമുക്ക് സമയമില്ല, അതാ. കിട്ടിയോ? ഓക്കെ, സിദ്ദീഖ് ഇഷ്ടമുള്ളൊരു പാട്ട് പാടിക്കോ. മലയാള പാട്ടായാൽ മതി, അത് റെഡി ആവും. റെഡി ആരടുത്തുള്ളത്? കൂപ്പൺ ആരടുത്തുള്ളത്? ഓക്കെ, ഇഷ്ടമുള്ളൊരു പാട്ട് പാടിക്കോ സിദ്ദീഖ്, അത് റെഡി ആവും. റെഡി ആയില്ലെങ്കിൽ ഞാൻ 500 രൂപ ആ പൊടിച്ച ആക്കി കൊടുക്കും. 500 ഉള്ളൂ. പറഞ്ഞോ, പാടിക്കോ. പാട്ട് പാടാൻ അറിയണ്ടേ?
റെഡി പാടാ 500 പോകട്ടോ നല്ലപ്പോഴും പാടിക്കോ വെണ്ണില ചന്ദന കിണ്ണം കായലിലൂടെ അല്ല റെഡി അല്ലേ കൈയടിക്ക് ഇനി ഒരു സ്ഥലപ്പേര് കൂടി ഉണ്ട് അല്ലേ സ്ഥലപ്പേര് കൂടി പറയണം അല്ലേ ഓക്കെ നോക്കാം സ്ഥലപ്പേരില്ലേ ഒരു സ്ഥലപ്പേര് കൂടി ഇല്ലേ സിദ്ദിഖ സ്ഥലപ്പേരൊക്കെ പറയോ ആ കുന്നംകുളം തൃശ്ശൂർ ഇല്ല സ്ഥലപ്പേരാകുമ്പോൾ കിട്ടില്ല പാട്ടോനും ഓക്കെയാണ് സ്ഥലപ്പേര് ഞാൻ തന്നെ നോക്കാം കാശ്മീർ താങ്ക് യു അപ്പൊ ഈ പരിപാടി നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു സിമ്പിളാണ് പരിപാടി നിങ്ങൾ ഒരാളെ പറ്റി കുറ്റം മറ്റൊരാളോട് പറയില്ല എന്ന് തീരുമാനിക്കുക അപ്പൊ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യം നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാം ഒരു കാര്യം നിങ്ങളിപ്പോൾ ഒരു കാർ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ റോഡിലൊക്കെ കാണുന്നത് കാറായിരിക്കും അല്ലേ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ട് അത് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുക ഒരാളും എതിര് പറയും ഇപ്പം ഞാൻ സ്റ്റാറ്റസ് ഇടുമ്പോൾ ചില ആൾക്കാർ ചോദിക്കും ഇതൊക്കെ കണ്ടാൽ എന്നെ കുറിച്ച് മറ്റുള്ളവർ എന്താ ചിന്തിക്കാന്ന് മറ്റുള്ളവർ ചിന്തിക്കട്ടെ ഞാൻ എൻ്റെ കുട്ടിയുടെ കൂടെ കളിക്കുന്ന സ്റ്റാറ്റസ് ഞാൻ ഇടുന്നു അതിൽ ഞാൻ സന്തോഷം കണ്ടെത്തുന്നു മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് ആലോചിക്കണ്ട നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്യാം ഓക്കെ താങ്ക് യു ഓൾ ഓക്കെ താങ്ക് യു സോ മച്ച് നമ്മുടെ പ്രിയപ്പെട്ട ജലീൽ സാർ അദ്ദേഹത്തിന് ഒരു നല്ല കയ്യടി കൊടുക്കുകയാണ് എത്രയോ സമയമായിട്ട് അദ്ദേഹം ഈ വേദിയിൽ ഐ ഫാമിലിയുടെ ഈ മനോഹരമായിട്ടുള്ള വേദിയിൽ ഇവിടെ ആയിരിക്കുന്നു അപ്പോൾ എന്താണെങ്കിലും അദ്ദേഹത്തെ ഒന്ന് ആദരിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു സ്നേഹോപഹാരം സമർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് സ്റ്റേജ് ഒന്ന് ക്ലിയർ ചെയ്യാം കേട്ടോ ചെയറൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം ജലീൽ സാർ ഒന്ന് വേദിയിൽ തന്നെ നിൽക്കുക ജലീൽ സാർ വേദിയിൽ തന്നെ നിൽക്കാനായിട്ട് പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യുന്നു യെസ് ചെയർ നമുക്കൊന്ന് മാറ്റിയിടാണ് 2 ചെയർസും ഒന്ന് മാറ്റിയിടാം ഈ സമയം വേദിയിലേക്ക് മിസ്റ്റർ രജീഷ് എം ഡയറക്ടർ ഐഫ അതുപോലെ മിസ്റ്റർ ശ്രീരാഗ് പ്രൊഡക്ഷൻ ഡയറക്ടർ 2 പേരെയും പ്രത്യേകം ക്ഷണിക്കുന്നുണ്ട് അദ്ദേഹമാണ് ഇവർ 2 പേരും ചേർന്നാണ് ജലീൽ സാറിനായിട്ട് ഒരു സ്നേഹാദരവ് വേദിയിൽ ഈ സമയം സമർപ്പിക്കാനായിട്ട് പോകുന്നത് മിസ്റ്റർ രജീഷ് എം ഡയറക്ടർ ഐഫ മിസ്റ്റർ ശ്രീരാഗ് ഡയറക്ടർ പ്രൊഡക്ഷൻ 2 പേരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു വെൽക്കം ഓൺ ദ സ്റ്റേജ് ആൻഡ് ലെറ്റ് മീ ഇൻവൈറ്റ് മിസ്റ്റർ ജലീൽ അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഒരു സ്നേഹാദരവ് ഒരു സ്നേഹ സമ്മാനം നമ്മൾ സമർപ്പിക്കുകയാണ് പ്ലീസ് ഐഫ എന്നെന്നും എല്ലാവരെയും ഒരേപോലെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് വേദിയിൽ ഈ സമയം ജലീൽ സാറിനായിട്ട് ഏറ്റവും വലിയൊരു സ്നേഹ സമ്മാനം സമർപ്പിക്കുകയാണ്